പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മാങ്ങാനം തുരുത്തേപ്പാലത്തിന് സമീപമാണ്. അപ്പോൾ ഇവിടം തൊട്ട് PWD വഴിപ്പണി ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ പണി എവിടം വരെ എത്തിയെന്നുള്ളതൊന്ന് കാണാം. ഇത് മാങ്ങാനം തുരുത്തേപ്പാലമാണ്. ഇവിടം തൊട്ടാണ് PWD പണി ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ അറിയിപ്പുണ്ടായിരുന്നു, തുരുത്തേപ്പാലത്തിന് സമീപം റോഡിൽ പണി നടക്കുന്നതിനാൽ ഗതാഗതം തടസ്സപ്പെടുമെന്നും പറഞ്ഞാണ് PWD അറിയിപ്പുണ്ടായിരുന്നത്. അപ്പം PWDയുടെ AE ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴത്തേന് കഞ്ഞിക്കോഴി മുതൽ 4 കിലോമീറ്റർ ദൂരമാണ്, ഏകദേശം മന്നര ഹോസ്പിറ്റലിൻ്റെ താഴത്തെ വളവ് വരെയുള്ള അത്രയും ദൂരമാണ് റീടാറിങ് നടക്കുന്നത്. ഇത് BMBC നിലവാരത്തിൽ അത്യാധുനിക മെഷീൻ ഉപയോഗിച്ചാണ് ടാറിങ്. നിമിഷ നേരം കൊണ്ടാണ് ഇതിൻ്റെ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ ഒരു ദിവസം കൊണ്ട് തന്നെ ഏറെക്കുറെ മന്നരം ആശുപത്രിയുടെ അവിടം വരെയോളം ടാറിങ് എത്തിയിട്ടുണ്ട്. ഒരു കാര്യം, ഇതിനൊരു മറുവശവും കൂടെ ഉണ്ട്. കാരണം ഈ റോഡിന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത റോഡാണ്. കാരണം കുഴികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പുതുപ്പള്ളി തൊട്ട് കഞ്ഞിക്കുഴി വരെ നല്ല രീതിയിൽ തന്നെ BMBC നിലവാരത്തിലുള്ള റോഡാണ്. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ പണി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരുപാട് മന്ദിര ഹോസ്പിറ്റലിൻ്റെ അവിടെയൊക്കെ കുറച്ച് ഗതാഗതക്കുരുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ വഴിയുടെ കാഴ്ചകളൊന്ന് കാണാം. അപ്പം ഞാൻ ഇവിടെ വന്ന സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു, എന്തിനാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്? ഒരുപാട് വഴികൾ നമ്മുടെ പുതുപ്പള്ളിയിലൊക്കെ ഒരുപാട് വഴികൾ ഇങ്ങനെ വളരെ മോശമായിട്ട് കിടക്കുന്നുണ്ട്, അവിടെയൊന്നും ചെയ്യാതെ ഈ പോകാത്ത വഴി എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. പക്ഷെ നമുക്ക് ഇതിന് എങ്ങനെ ഒരു മറുപടി പറയാൻ പറ്റും? തുരുത്തേപ്പാലത്തിന് സമീപം ഇടയ്ക്കൊക്കെ വഴി ടാറിങ് ഉള്ളതാണ്. കാരണം പാലത്തിൻ്റെ 2 സൈഡും അവിടെ ഇരുത്ത് വരുമ്പോഴത്തേന് പാലത്തിലേക്ക് കയറുന്ന ഭാഗം ചിലം ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന സമയത്താണ് സാധാരണ ടാറിങ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ ഈ മന്ദിരത്തിൻ്റെ ഭാഗത്താണ്. അപ്പം നമുക്ക് ഈ ടാറിങ്ങിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. ഈ ഒരുപാട് നാളായി ഒരു പുതിയ ടാറിങ് പണി കണ്ടിട്ട്. കാരണം പുതുപ്പള്ളി പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും നശിച്ച് കിടക്കുകയല്ലേ. അപ്പം നമുക്ക് നല്ലൊരു വഴിയുടെ ടാറിങ് കാണുമ്പോൾ ഒരു സന്തോഷം. അതുപോലെ മാങ്ങാനം പാലൂപ്പടി ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ബീവറേജിൻ്റെ മാങ്ങാനം അമ്പലത്തിൻ്റെ ജംഗ്ഷനിൽ 2 ഹമ്പുകളുണ്ടായിരുന്നു, 2 സൈഡിലായിട്ട്. അത് രണ്ടും ഇപ്പം അത് നികത്തിയാണ് ഇവർ ടാർ ചെയ്യുന്നത്. ഇനി അത് ആ ഹമ്പ് പുനഃസ്ഥാപിക്കുകയോ ഇല്ലെന്ന് അറിയത്തില്ല.